കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വൺപ്ലസ് നോഡിൻ്റെ കോർ എഡിഷനായ വൺപ്ലസ് നോഡ് CE5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തത്. സി എഡിഷൻ എന്ന് പറയുമ്പോൾ വൺപ്ലസ് നോഡിൻ്റെ കോർ എഡിഷൻ എന്നാണ്. അപ്പോൾ അതിൽ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, ബട്ട് വലിയൊരു പുതുമയൊന്നും അതിൽ കാണാനൊന്നും ഇല്ലായിരുന്നു. സിമിലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വൺപ്ലസ് നോഡ് 2 എന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, ഇന്ത്യയിലോട്ടല്ല. എന്നാൽ ആ ഒരു ഫോണിൻ്റെ ടോട്ടലി എന്തൊക്കെയാണ് അതിൽ റൂമർ ലീക്ക് സ്പെസിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഇതിൻ്റെ ലീക്സും അതിൻ്റെ സ്പെക്കൊക്കെ നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ 6.44 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് അമോലഡ് ഡിസ്പ്ലേ ആണ് കൊടുക്കുക. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ഫ്രണ്ടും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ബാക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൺപ്ലസ് നോഡിൻ്റെ അതേ ഒരു സ്പെക്ക് തന്നെയാണ് ഇവിടെയും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ചുറ്റും കൊടുത്തിട്ടുള്ളത്. 450 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയും ബോഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. വൺപ്ലസ് നോഡിൽ കണ്ടതുപോലെ തന്നെ ഡിസ്പ്ലേ ആണ്. ഫ്ലൂയിഡ് അമോൾഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 90 ഹെർട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് ഈ ഒരു ലീക്ക് സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ പറയാനൊന്നുമില്ല. ഇനി അവർ ചേഞ്ച് ചെയ്യുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 ചിപ്സെറ്റാണ് വരിക. അതായത് സാധാരണ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുമായിട്ടാണ് വൺപ്ലസിൻ്റെ ഫോണുകളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ നോഡ് 2ൽ ഡിമെൻസിറ്റിയുടെ ഒരു 5G ചിപ്സെറ്റ് RNM ചിപ്സെറ്റ് 5G ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഒക്ടാ കോർ പ്രോസസ്സറാണ്. മാലി G77MC9 ആണ് ഇതിൻ്റെ GPU വരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ്രോയിഡ് 11ൽ ഔട്ട് ഓഫ് ദ ബോക്സ് വരും. അതുപോലെ തന്നെ ഓക്സിജൻ OSൻ്റെ 11.x എന്നൊരു UI ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു UI മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആവാൻ വളരെ നല്ലൊരു സാധ്യത കൂടുതലുണ്ട്. കാരണം അത്ര നല്ല ഓക്സിജൻ OS എന്ന് പറയുമ്പോൾ നല്ലൊരു UI തന്നെയാണ്. അതുപോലെ തന്നെ ഡിമെൻസിറ്റിയുടെ 1200 ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ചിപ്സെറ്റും കൂടിയാണ്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ സാധാരണ 48 മെഗാ പിക്സൽ അല്ലെങ്കിൽ 64 മെഗാ പിക്സൽ എന്നൊക്കെയായിരുന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു 15 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഇതിൽ കൊടുക്കുക. അതൊരു ലീക്ക് സ്പെസിഫിക്കേഷനാണ്. 15 മെഗാ പിക്സൽ f1.8ൽ വരുന്ന ഒരു വൈഡ് ആംഗിളും 8 മെഗാ പിക്സൽ 2 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറയും ഇതിൽ വരുമെന്നാണ് അപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയിലിട്ട് നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെയും 8 മെഗാ പിക്സലിൻ്റെ 2 ഡുവൽ സെൽഫി ക്യാമറ വരുമെന്നാണ് ലീക്ക് സ്പെസിഫിക്കേഷനിൽ അവർ പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നമുക്ക് 4Kയിൽ 30 അല്ലെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറ ലീക്ക് സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 4K രണ്ട് സൈഡിലും 4K ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിൽ വൺപ്ലസ് നോഡ് CEയിൽ കൊടുത്തതുപോലെയുള്ളൊരു 3.5 ഓഡിയോ ജാക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. സാധാരണ Type-C to ഹെഡ്ഫോൺ ജാക്കാണ് ഇതിൽ നമുക്ക് അവർ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 4500 mAh ഒരു ബാറ്ററിയും 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങുമാണ് അവർ ലീക്ക് സ്പെസിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ബാറ്ററി തന്നെയാണ് സാധാരണ വൺപ്ലസ് നോഡിൻ്റെ എല്ലാ ഫോണുകളിലും കാണാറുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിലും കൊടുത്തുള്ളത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുക്കും. ഫ്ലൂയിഡ് അമോൾഡ് ഡിസ്പ്ലേ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വൈഫൈ സപ്പോർട്ടും, അതായത് 5.1 ബ്ലൂടൂത്തും മറ്റു വൈഫൈ ഡുവൽ ബാൻഡ് വൈഫൈ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഗ്രേയും മറ്റു അതർ കളേഴ്സ് എന്നാണ് അപ്പോൾ ലീഗ് സ്പെസിഫിക്കേഷനിൽ കാണുന്നത്. ഏതായാലും ഗ്രേ എന്നൊരു കളർ ഇതിൽ അവൈലബിൾ ആയിരിക്കും. ബാക്കി കളർ ഇപ്പോൾ അവർ കൂടുതലായിട്ട് കൺഫേംഡ് ആയിട്ടില്ല. ഇനി ഇതിൻ്റെ ഇന്ത്യയിലോട്ടുള്ള ലോഞ്ചിങ് എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അടുത്ത മാസം ജൂലൈ 1st or 2nd വീക്കായിരിക്കും, അല്ലെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ അവസാനമായിട്ടും ഇതിൻ്റെ ലോഞ്ചിങ് ഇന്ത്യയിലോട്ട് ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം ചോദിച്ചാൽ ഒരു 28,000 മുകളിൽ, അതായത് 30 ആ ഒരു റേഞ്ചിലാണ് വരിക. 30,000 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ ഇന്ത്യയിലോട്ട് ലോഞ്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്.
അതുപോലെ തന്നെ ഇതിൽ 8GB റാമാണ് ഗ്ലോബലി അവർ ലോഞ്ച് ചെയ്യുമ്പോൾ വെക്കുന്നത്. എന്നാൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവർ 6GB എന്നൊരു വേരിയൻറ്റും കൂടി ഇറക്കുമെന്നാണ് ഇപ്പോൾ ലീക്ക് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ബേസിക്സ് ലീക്ക് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.